നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫാറ്റി ലിവർ ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട 5 ടൈപ്പ് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പം ഒത്തിരി ആൾക്കാർ നമുക്കറിയാം, നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പറയുന്നത് ഏതൊക്കെ സ്ട്രിക്ട്ലി നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ആദ്യമേ എല്ലാവർക്കും അറിയാം, ഫാറ്റി ലിവറുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ലിവർ സംബന്ധമായ എന്ത് പ്രശ്നമുള്ള ആൾക്കാരോ ലിമിറ്റ് ചെയ്യേണ്ട സാധനം ആൽക്കഹോൾ എന്നത് ഉള്ളത് തന്നെയാണ്. ഇത് വല്ലപ്പോഴും കുറച്ച് ഉപയോഗിക്കുന്നതല്ല, ഭയങ്കര സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹെവി ടോക്സിക് ആണ് നമ്മുടെ ലിവറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സെൽ ഡാമേജ് ഉണ്ടാക്കാനും ഫാറ്റ് ബിൽഡിങ് ലിവറിൽ ഉണ്ടാക്കാനും സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ തീർത്തും നമ്മൾ ആൽക്കഹോൾ ഉപേക്ഷിക്കുന്നത് തന്നെയാണ്. നമ്മൾ ഗ്രേഡ് 2 ഫാറ്റ് ലിവറൊക്കെ എത്തിയ ആൾക്കാർ തീർച്ചയായിട്ടും ആൽക്കഹോൾ തൊടാനേ പാടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഉപയോഗിക്കണം. രണ്ടാമത് വരുന്നത് കേട്ടോ, ഇനി 2, 3, 4 വരുന്നത് വൈറ്റ് സബ്സ്റ്റൻസസ് ആണ്, വെള്ള സാധനങ്ങളാണ്. നിങ്ങൾ ഓർക്കുക, ഷുഗർ, നമ്മൾ വൈറ്റ് കളറുള്ള ഷുഗർ, പ്രത്യേകിച്ച് പഞ്ചസാര പോലെയുള്ള ഷുഗറും, അതുപോലെ തന്നെ നമുക്ക് ബീവറേജസിൽ ഉണ്ടായിരുന്ന നമുക്കിപ്പോൾ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സിലൊക്കെ ഉണ്ടായ നമ്മൾ ഈ സ്പ്രൈറ്റ് ഒക്കെ പോലത്തെ സാധനത്തിലുള്ള ഷുഗർ വളരെ, അതിൽ ഷുഗർ കണ്ടന്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം വളരെ കൂടുതലാണ്. നമ്മളത് കുടിക്കുമ്പോൾ അറിയത്തില്ല നമുക്ക് ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം, ഷുഗറി ഡ്രിങ്ക്സും ഒഴിവാക്കണം. അല്ലെങ്കിൽ സ്ഥിരമായി ജ്യൂസസ് ഒക്കെ പഞ്ചസാര ഇട്ട് അടിച്ച് കുടിക്കുന്ന ആൾക്കാരും കേട്ടോ, ഫാറ്റി ലിവർ ഉള്ള ആൾക്കാരും തീർച്ചയായിട്ടും നമുക്ക് ഷുഗർ ഒഴിവാക്കണം. കാരണം എക്സസ് ആയിട്ട് ഷുഗർ ചെന്ന് കഴിഞ്ഞാൽ എക്സസ് ഫ്രക്ടോസ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഷുഗർ തീർച്ചയായിട്ടും ഒഴിവാക്കുക. നാച്ചുറൽ ഷുഗർ, ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ഷുഗർ തന്നെ നിങ്ങൾ കഴിച്ചാൽ വലിയ കുഴപ്പമില്ല. അതിനകത്ത് എക്സ്ട്രാ ഇട്ട് ഇപ്പോൾ ചായയിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്ന ലഡു, ജിലേബി പോലത്തെ സാധനങ്ങൾ കഴിക്കുന്നതൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അടുത്തതും ഒരു വൈറ്റ് സാധനം തന്നെ, എക്സസ് സാൾട്ട് കേട്ടോ. ടു മച്ച് സോഡിയം ഒരിക്കലും നല്ലതല്ല. കൂടുതൽ സാൾട്ട് ചെല്ലുന്നത് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കുകയും അത് ലിവറിനുള്ള എക്സ്ട്രാ സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനെ ബാധിക്കും കേട്ടോ. ഇതിൻ്റെ അണ്ടറിൽ പെടുന്നത് ഉണക്ക മീൻ പ്രധാനമായിട്ടും, അതുപോലെ ഉപ്പിലിട്ടത്, അച്ചാറുകൾ, നൂഡിൽസ് പോലത്തെ സാധനങ്ങളുടെ മസാലകളിലും ഭയങ്കര കൂടുതലായിട്ടുള്ള സാൾട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫിഷ്, മീറ്റിലൊക്കെ കൂടുതൽ സാൾട്ട് ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളും തീർച്ചയായിട്ടും ഒഴിവാക്കുക. അടുത്ത നമുക്കറിയാം വൈറ്റ് റൈസ്, വൈറ്റ് ബ്രെഡ് പോലത്തെയുള്ള സാധനങ്ങൾ, അതിൻ്റെ അകത്ത് മൈദയും ഉൾപ്പെടും. വൈറ്റ് റൈസും നമ്മൾ തീർച്ചയായിട്ടും തവിടുള്ള അരിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മൈദ നമ്മൾക്ക് ഒഴിവാക്കുക, നമുക്ക് ഗോതമ്പിലേക്ക് പോകാവുന്നതാണ് കേട്ടോ, ഹോൾ വീറ്റിലേക്ക് പോകാവുന്നതാണ്. അടുത്ത തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റുമാണ് അടുത്ത നിങ്ങൾ ഒഴിവാക്കേണ്ടത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുമ്പോൾ നമുക്കത് ലിവറിന് ഭയങ്കര സ്ട്രെസ്സും ഇൻഫ്ലമേഷനും അതുപോലെ സെൽ ഡാമേജ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ റെഡ് മീറ്റ് പോലത്തെ സാധനങ്ങൾ കേട്ടോ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അതുപോലെ പാടയോട് കൂടിയ തൈര്, പാല് അല്ലെങ്കിൽ ക്രീം, കേക്കിലൊക്കെ ഉണ്ടാക്കുന്ന ക്രീം, അങ്ങനത്തെ സാധനങ്ങൾ തീർച്ചയായിട്ടും, ബട്ടർ, ചീസ്, ആസച്ചൊക്കെ കഴിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ ഒഴിവാക്കണം. അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ചിപ്സ് പോലത്തെ ഫ്രൈഡ് ഐറ്റംസ് അല്ലെങ്കിൽ എണ്ണക്കടികൾ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. അപ്പം ഈ ഒരു 5 വിഭാഗത്തിൽ പെടുന്ന സർട്ടൺ ആഹാരങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ തീർച്ചയായിട്ടും ലിവർ കണ്ടീഷൻ റിവേഴ്സ് ചെയ്ത് നമുക്ക് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. വളരെ എളുപ്പത്തിൽ കൊണ്ടുവരുന്ന, കുറച്ചൊരു കെയർ കൊടുത്താൽ നമ്മളോട് അത്രയധികം സഹകരിക്കുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.